television news and video production. We are going to begin our fourth chapter today. Many studies have been conducted on the influence of television on people as well as society. Television has undoubtedly become the most influential and unavoidable medium in our life. It has been proved that this medium has got both positive and negative effects on the individuals, which in turn have affected their lives positively or negatively. Let's get into the chapter. We'll first look at the history of television. Konstantin Persky, a Russian scientist, coined the word ടെലിവിഷൻ. റഷ്യൻ സയൻറ്റിസ്റ്റായ ശാസ്ത്രജ്ഞനായ കോൺസ്റ്റാന്റിൻ പേഴ്സ്കിയാണ് ടെലിവിഷൻ എന്ന വാക്കിൻ്റെ ഉപജ്ഞാതാവ്. ടെലിവിഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് അല്ലെങ്കിൽ ആ വാക്ക് കോയിൻ ചെയ്തത് ആരാണ്? കോൺസ്റ്റാന്റിൻ പേഴ്സ്കി ആണ്. Various experiments done in the field of electricity and radio led to the development of basic technologies that laid the foundation for the invention of television. വൈദ്യുതിയുടെയും റേഡിയോയുടെയും രംഗത്ത് നടത്തിയിട്ടുള്ള അനവധി പരീക്ഷണങ്ങളാണ് പിന്നീട് ടി വിയുടെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കാനായിട്ട് സഹായിച്ചത്. 1884, Paul Nipkow patented the Nipkow disc. This spinning disc could scan a line of an image, but he never built a working model of the system. നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കണ്ടുപിടുത്തങ്ങൾ എങ്ങനെയാണ് ടെലിവിഷനിലേക്ക് നയിച്ചത്, ടെലിവിഷൻ്റെ ഹിസ്റ്ററി പഠിക്കുമ്പോൾ അറിയേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മളിവിടെ പഠിക്കാനായിട്ട് പോകുന്നത്. 1884 പോൾ നിപ്കോവ് ഡിസ്ക് എന്ന് പറഞ്ഞൊരു സംഭവം വികസിപ്പിച്ചെടുത്തു. ഇതൊരു സ്പിന്നിങ് ഡിസ്ക് ആയിരുന്നു. അതായത് എന്താണ് ഈ നിപ്കോവ് ഡിസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമേജുകളെ സ്കാൻ ചെയ്യാനായിട്ട് വളരെ ക്രൂഡ് ഫോം ഓഫ് ഇമേജസ് ആണ് സ്കാൻ ചെയ്ത് കിട്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇമേജുകളെ സ്കാൻ ചെയ്യാനായിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു ഡിസ്ക്കാണ്, സ്പിന്നിങ് ഡിസ്ക്കാണ് നിപ്കോവ് ഡിസ്ക് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. പക്ഷേ അദ്ദേഹം അതിൻ്റെ ഒരു വർക്കിംഗ് മോഡൽ വികസിപ്പിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല. Then Boris Rosing from Russia created a system that used a mechanical scanner to transmit images to the cathode ray tube in the receiver. അതായത് ടെലിവിഷൻ്റെ കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ച കുറേയധികം ഇൻവെൻഷൻസ് ആണ് നമ്മളിവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ബോറിസ് റോസിംഗ് ഒരു റഷ്യൻ സയൻറ്റിസ്റ്റാണ്. അദ്ദേഹം ഒരു മെക്കാനിക്കൽ സ്കാനർ വികസിപ്പിച്ചെടുത്തു. ഈ സ്കാനറിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപയോഗിച്ചിട്ട് റിസീവറിലുള്ള കാഥോഡ് റേ ട്യൂബിലേക്ക് ഇമേജുകളെ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു, ഇമേജുകളെ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുമായിരുന്നു. അപ്പോൾ ഇത്രയും അറിയേണ്ട ആവശ്യമുള്ളൂ. എന്താണ്? ബോറിസ് റോസിംഗ് ഫ്രം റഷ്യ, ഒരു റഷ്യൻ ശാസ്ത്രജ്ഞനായ ബോറിസ് റോസിംഗ് മെക്കാനിക്കൽ സ്കാനർ വികസിപ്പിച്ചെടുത്തു. Then in 1907, A. Campbell Swinton from England also described how vision could be captured by using a cathode ray tube as both a transmitting and receiving device. അതായത് കാഥോഡ് റേ ട്യൂബ് ഉപയോഗിച്ച് എങ്ങനെ കാഴ്ച നമുക്ക് പിടിച്ചെടുക്കാം എന്നത് 1907 ക്യാമ്പൽ സ്വിൻറ്റൺ, ഇംഗ്ലണ്ടിലുകാരനായ ക്യാമ്പൽ സ്വിൻറ്റൺ വീണ്ടും വിശദീകരിക്കുകയാണ് ചെയ്തത്. Then in 1926, John Logie Baird, the British inventor, succeeded in transmitting moving pictures through a mechanical disc system. അതായത് ജോൺ ലോഗി ബെയർഡ്, JL ബെയർഡ് 1926 അദ്ദേഹം ചലിക്കുന്ന ചിത്രങ്ങളെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെക്കാനിക്കൽ സിസ്റ്റം അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലുള്ള ഒരു ടെലിവിഷൻ, ഒരു ക്രൂഡ് ഫോം ഓഫ് ടെലിവിഷൻ അദ്ദേഹം വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. 1926 JL ബെയർഡാണ് ഈ സിസ്റ്റം വികസിപ്പിച്ച് എടുത്തത്. അതുകൊണ്ട് തന്നെ ടെലിവിഷൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ ടെലിവിഷൻ കണ്ടുപിടിച്ചത് ആര് എന്ന ക്രെഡിറ്റ് ആർക്കാണുള്ളത്? JL ബെയർഡിനാണ്.
ഹീ സ്റ്റാർട്ടഡ് ദ ഫസ്റ്റ് എവർ ടെലിവിഷൻ സ്റ്റുഡിയോ. ഇദ്ദേഹത്തിന് മറ്റൊരു ക്രെഡിറ്റ് കൂടിയുണ്ട്. ലോകത്തിലെ ആദ്യത്തെ ടെലിവിഷൻ സ്റ്റുഡിയോ ആരംഭിച്ചതും JL ബെയർഡ് തന്നെയാണ്. Then in 1927, Philo Taylor Farnsworth invented a working model of the electronic television. അപ്പോൾ ആദ്യമായിട്ട് ഒരു ഇലക്ട്രോണിക് ടെലിവിഷൻ വികസിപ്പിച്ചെടുത്തത് ആരാണ്? ഫിലോ ടേലർ ഫാൻസ്വർത്ത് ആണ്, 1927. Okay. Then by 1934, all television systems had been converted into the electronic system. 1934 ആയപ്പോഴേക്കും എല്ലാ ടെലിവിഷൻ സിസ്റ്റം എന്തായി മാറി? ഇലക്ട്രോണിക് ആയി മാറി. അതായത് ആദ്യത്തെ മെക്കാനിക്കൽ ടെലിവിഷനാണ്, കൈകൊണ്ട് പ്രവർത്തിപ്പിക്കാവുന്ന രീതിയിലുള്ള ടെലിവിഷൻ ആയിരുന്നു. പിന്നീട് ഇലക്ട്രോണിക് ടെലിവിഷൻ വികസിപ്പിച്ചെടുക്കുകയാണ് ചെയ്തത്. ഹിസ്റ്ററി ഓഫ് ടെലിവിഷൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ടെലിവിഷൻ്റെ ചരിത്രമാണ് ഇനി നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. സെപ്റ്റംബർ 15, 1959 ഓർത്തു വെക്കേണ്ട ഒരു ഡേറ്റ് ആണ്. സെപ്റ്റംബർ 15, 1959 ടെലിവിഷൻ began in India on an experimental basis. It started broadcasting from New Delhi. അതായത് ഇന്ത്യയിൽ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ടെലിവിഷൻ ആരംഭിച്ചത് സെപ്റ്റംബർ 15, 1959 ന്യൂഡൽഹിയിൽ നിന്നുമാണ് സംപ്രേഷണം ആരംഭിച്ചത്. വാട്ട് കൈൻഡ് ഓഫ് പ്രോഗ്രാംസ് വർ ട്രാൻസ്മിറ്റഡ്? എങ്ങനത്തെ പരിപാടികളാണ് ബ്രോഡ്കാസ്റ്റ് ചെയ്തിരുന്നത്? എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ഫോർ 1 hour were broadcast twice a week. എഡ്യൂക്കേഷണൽ പ്രോഗ്രാംസ് ആണ്, അതായത് വിദ്യാഭ്യാസ പരിപാടികൾ ആഴ്ചയിൽ 2 തവണ 1 മണിക്കൂർ വീതം വിദ്യാഭ്യാസ പരിപാടികളാണ് സംപ്രേഷണം ചെയ്തിരുന്നത്. ഇനി റീച്ച്, ഇതെങ്ങനെയാണ് ആളുകളിലേക്ക് എത്തിച്ചിരുന്നത്? സെവറൽ കമ്മ്യൂണിറ്റി ടെലിവിഷൻ സെറ്റ്സ് were set up in the rural areas of Delhi and in the city schools. The project was funded by Ford Foundation India. അതായത് ടെലിവിഷൻ സെറ്റ്സ്, അതായത് കമ്മ്യൂണിറ്റി ടെലിവിഷൻ സെറ്റാണ്. ഇന്ന് നമ്മൾ കാണുന്ന പോലെ ഹൗസ് ഹോൾഡ് സെറ്റുകളായിരുന്നില്ല കേട്ടോ. കമ്മ്യൂണിറ്റി ടെലിവിഷൻ സെറ്റുകളാണ് ഡൽഹിയിലെ പല റൂറൽ ഏരിയാസിലും, ഗ്രാമപ്രദേശങ്ങൾ, ഉൾപ്രദേശങ്ങളിലെല്ലാം ഇതുപോലെ കമ്മ്യൂണിറ്റി ടെലിവിഷൻ സെറ്റുകൾ സ്ഥാപിച്ചു. അതുപോലെ ഡൽഹിയിലെ സിറ്റി സ്കൂളുകളിലും ടെലിവിഷൻ സെറ്റുകൾ സ്ഥാപിക്കുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് കമ്മ്യൂണിറ്റി ടെലിവിഷൻ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വില്ലേജിലൊക്കെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു വലിയ ടെലിവിഷൻ സെറ്റ് ഉണ്ടാവും, അത് സ്ഥാപിക്കുക. അപ്പോൾ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് അവിടെ വന്നിരുന്നിട്ട് കാണാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ പേര് ഒരുമിച്ചിരുന്ന് ഒരു ടെലിവിഷൻ കാണുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അത്തരത്തിലുള്ള സെറ്റാണ് കമ്മ്യൂണിറ്റി ടെലിവിഷൻ സെറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്മ്യൂണിറ്റി ടെലിവിഷൻ സെറ്റുകളാണ് ആദ്യം ഇൻസ്റ്റാൾ ചെയ്തത്, ഹൗസ് ഹോൾഡ് സെറ്റുകളായിരുന്നില്ല എന്നർത്ഥം. ഈ പ്രോജക്റ്റ് പൂർണ്ണമായിട്ടും ഫണ്ട് ചെയ്തത് ആരായിരുന്നു? ഫോർഡ് ഫൗണ്ടേഷൻ ആണ്. 1965 ഡെയിലി ട്രാൻസ്മിഷൻ ബിഗാൻ ആസ് പാർട്ട് ഓഫ് AIR. അപ്പോൾ 1965 ദൈനംദിന സംപ്രേഷണം ആരംഭിച്ചു. ഇപ്പോഴൊക്കെയും എന്താണ്? AIRൻ്റെ ഭാഗമാണ് ടെലിവിഷൻ എന്ന് പറയുന്നത് കേട്ടോ. 1959 ടെലിവിഷൻ തുടങ്ങുമ്പോഴും ടെലിവിഷൻ ഏതിൻ്റെ ഭാഗമായിരുന്നു? AIR അഥവാ ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായിരുന്നു. Then in 1972 television services extended to Bombay and Amritsar. ടെലിവിഷൻ സർവീസ് ബോംബെയിലേക്കും അതുപോലെ അമൃത്സറിലേക്കും വ്യാപിപ്പിച്ചു. അവിടെയും ടെലിവിഷൻ സ്റ്റേഷനുകൾ ആരംഭിച്ചു എന്നർത്ഥം. Then in 1975, until 1975 there were only 7 stations in India. ഇന്ത്യയിലെ ടെലിവിഷൻ സർവീസസ് ഇന്ത്യയിൽ 1975 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആകെ 7 ടെലിവിഷൻ സർവീസുകളാണ് ഉണ്ടായിരുന്നത്. 1975 1975 another important development in the field of television took place. That was the satellite instructional television experiment. It was a project to make use of television for development.
സൈറ്റ് എക്സ്പെരിമെൻ്റ് നടന്ന വർഷമാണ് 1975. ഈ സൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാറ്റലൈറ്റ് ഇൻസ്ട്രക്ഷണൽ ടെലിവിഷൻ എക്സ്പെരിമെൻ്റ് ആണ്. അതായത് ടെലിവിഷനെ എങ്ങനെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നതിന് വേണ്ടി നടത്തിയ ഒരു എക്സ്പെരിമെൻ്റ് ആണ് സൈറ്റ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്നത്. ഈ സൈറ്റ് എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, site experiment was conducted in the year 1975 and programs, educational programs, health and family planning and entertainment programs were beamed to 2,400 villages across 6 states in India. Okay, but it lasted only for 1 year. It stopped in 1976. Then 1976 വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെൻറ്റ് നടന്നു. അതെന്താണ്? ടെലിവിഷൻ വാസ് ഡീലിങ്ക്ഡ് ഫ്രം AIR ആൻഡ് ഇറ്റ് ബിക്കെയിം ദൂരദർശൻ. ടെലിവിഷൻ AIRൻ്റെ ഭാഗമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞു 1976 വരെ. പക്ഷേ 76 ടെലിവിഷൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്നും വിഭജിച്ച് ദൂരദർശൻ എന്നൊരു ബാനറിലേക്ക് മാറുകയാണ് ചെയ്തത്. 1982, national telecast was introduced. The live coverage of the 9th Asian Games held in New Delhi was done by Doordarshan using INSAT 1A. ദേശീയ സംപ്രേഷണം ആരംഭിക്കുന്നത് 1982 ആദ്യമായിട്ടൊരു പരിപാടി തത്സമയം സംപ്രേഷണം ചെയ്യുന്നത് 9ാമത് ഏഷ്യൻ ഗെയിംസ് ആണ്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന 9ാമത് ഏഷ്യൻ ഗെയിംസ് ആണ് ദൂരദർശൻ ആദ്യമായിട്ട് തത്സമയം സംപ്രേഷണം ചെയ്തത്. അതും ഇൻസാറ്റ് 1A എന്ന ഉപഗ്രഹത്തിൻ്റെ സഹായത്തോടെയാണ്. ഇൻസാറ്റിൻ്റെ പൂർണ്ണരൂപം ഇന്ത്യൻ സാറ്റലൈറ്റ് എന്നാണ്. കളർ ട്രാൻസ്മിഷൻ ബിഗാൻ ഇൻ ദ സെയിം ഇയർ. അതുവരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് TV ആയിരുന്നു 1982 വരെ. കളർ ട്രാൻസ്മിഷൻ അഥവാ കളർ ടെലിവിഷൻ തുടങ്ങിയതും 1982 Then in 1991, the coverage of the Gulf War by CNN cable news network, a US television news channel, led to the arrival of satellite television in India. 1991 ഇന്ത്യയിൽ സാറ്റലൈറ്റ് ചാനലുകൾ അഥവാ ഉപഗ്രഹ ചാനലുകളുടെ പ്രാരംഭഘട്ടം എന്ന് പറയുന്നത്. കേബിൾ ന്യൂസ് നെറ്റ്വർക്ക് അഥവാ CNN എന്ന ഒരു അമേരിക്കൻ ന്യൂസ് ചാനൽ ഗൾഫ് വാർ സംപ്രേഷണം ചെയ്യുകയുണ്ടായി. അതോടുകൂടെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ കേബിൾ ടെലിവിഷൻ ഇന്ത്യയിൽ ആരംഭം കുറിക്കുന്നത്. ഹോങ്കോങ് ബേസ്ഡ് സ്റ്റാർ Satellite Television Asian Region, a multinational television network, entered into an agreement with an Indian company and thus the Zee TV was born. ഹോങ്കോങ് ബേസ്ഡ് ഒരു മൾട്ടിനാഷണൽ ടെലിവിഷൻ നെറ്റ്വർക്കായ സ്റ്റാർ, അതായത് സാറ്റലൈറ്റ് ടെലിവിഷൻ ഏഷ്യൻ റീജിയൻ, ഒരു ഇന്ത്യൻ കമ്പനിയുമായി കരാറിലേർപ്പെടുകയും അങ്ങനെ ഇന്ത്യയിലെ ആദ്യത്തെ സാറ്റലൈറ്റ് ചാനൽ, പ്രൈവറ്റ് സാറ്റലൈറ്റ് ചാനൽ Zee TVക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. Zee TV is the first privately owned ഹിന്ദി ചാനൽ ഇൻ ഇന്ത്യ. ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹ ചാനൽ ഇന്ത്യയിലെ ഏതാണ്? Zee TV ആണ്. Zee TV network introduced 5 television channels in India that led to the emergence of a number of private channels in India. Zee TV നെറ്റ്വർക്ക് പിന്നീട് 5 ടെലിവിഷൻ ചാനലുകൾ കൂടി ആരംഭിച്ചു. അങ്ങനെയാണ് ഇന്ത്യയിൽ സ്വകാര്യ സാറ്റലൈറ്റ് ചാനലുകൾക്ക് ആരംഭം കുറിക്കുന്നത്. As of March 2019, there are 902 permitted private satellite television channels in India. മാർച്ച് 2019 കണക്കനുസരിച്ച് ഇന്ത്യയിൽ മൊത്തം 902 സ്വകാര്യ ഉപഗ്രഹ TV ചാനലുകളാണ് പ്രവർത്തിക്കുന്നത്. There are different categories of channels like 24-hour news channels, cartoon channels, movie channels, sports channels, religious channels, etc.
അതായത് വ്യത്യസ്ത തരത്തിലുള്ള വ്യത്യസ്ത വിഭാഗത്തിൽപ്പെടുന്ന ചാനലുകളുണ്ട്. 24 അവർ അല്ലേ, 24 മണിക്കൂർ ന്യൂസ് ചാനലുകൾ, കാർട്ടൂൺ ചാനലുകൾ, മൂവി ചാനലുകൾ, സ്പോർട്സ് ചാനലുകൾ, റിലീജിയസ് ചാനലുകൾ എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ടെലിവിഷൻ ചാനലുകൾ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഏഷ്യാനെറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രൈവറ്റ്ലി ഓൺഡ് ടെലിവിഷൻ ചാനൽ ഇൻ മലയാളം. മലയാളത്തിലെ ആദ്യത്തെ സ്വകാര്യ ഉപഗ്രഹ ചാനൽ ഏഷ്യാനെറ്റ് ആണ്.